MGNREGS പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ആലോചനാ യോഗം ചേർന്നു. പെരിയാർ വാലി കനാലിന്റെ അറ്റകുറ്റപ്പണികൾ യോഗം വിശകലനം ചെയ്തു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. MGNREGS 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ആലോചനാ യോഗം വിളിച്ചു ചേർത്തു. പെരിയാർ വാലി കനാലുകളുടെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു. പ്രസിഡന്റ് ജെസ്സി സാജു യോഗം ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക വർഷം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് പെരിയാർ വാലിയുടെ വർക്ക് ഏത് തരത്തിൽ ഏറ്റെടുക്കണമെന്ന് ഉള്ളത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കളക്ടറെ ചേംബറിൽ കൂടിയ മീറ്റിംഗിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പെരിയാർ വാലി അതുപോലെ പെരിയാർ വാലി കടന്നു പോകുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെ സെക്രട്ടറിമാരെ വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മുടെ കോതമംഗലം ബ്ലോക്കിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് നമ്മൾ നടത്തപ്പെടുന്നത്. നമുക്ക് പലപ്പോഴും അറിയാം, നമ്മുടെ പെരിയാർ വാലി വർക്കുമായി ബന്ധപ്പെട്ട് 3 വർഷത്തിലൊരിക്കലാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് മെയിൻ്റനൻസ് വർക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ 3ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാമ്പത്തിക വർഷം മെയിൻ്റനൻസ് വർക്കുകൾ ഏറ്റെടുക്കുവാനായിട്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് കഴിയുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പെരിയാർ വാലിയും ഗ്രാമപഞ്ചായത്തും കൂടെ ഐക്യത്തോടുകൂടി ചേർന്ന് നിന്ന് ആലോചിച്ച് വേണം പദ്ധതികൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുവാൻ. കാരണം ഇപ്പോഴും കുടിവെള്ള പ്രശ്നങ്ങൾക്ക് വളരെ പ്രതിസന്ധി നേരിട്ട് കടന്നു പോകുന്ന ഒരു സമയങ്ങളിലൂടെ കടക്കുമ്പോൾ പഞ്ചായത്തുകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് കുടിവെള്ളം ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് നമുക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അത് പഞ്ചായത്തുകൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന വർക്കുകളെ പറ്റി പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിയും സംസാരിച്ച് ബാക്കി വരുന്ന വർക്കുകൾ പെരിയാർ വാലിയും ഏറ്റെടുത്ത് സമയബന്ധിതമായി സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. വൈസ് പ്രസിഡന്റ് വിജോയ് പി ജോസഫ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM ബേബി, ബ്ലോക്ക് അംഗങ്ങളായ വൃന്ദ മനോജ്, ശ്രീജിത്ര ശ്രീനിവാസ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ജോർജ്, സനീറ നസീർ, ഉമേഷ് ശിവകുമാർ, ഭൂതത്താങ്കെട്ട് പെരിയാർ വാലി AXE ജോഡി, അമിത CO തുടങ്ങിയവർ പങ്കെടുത്തു. പെരിയാർ വാലി കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ 3 വർഷത്തിലൊരിക്കൽ മാത്രമേ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇതിനാൽ കീരമ്പാറ, കോട്ടപ്പടി, നെല്ലിക്കുഴി, കവളങ്ങാട്, പിണ്ടിമന എന്നീ പഞ്ചായത്തുകളിൽ പെരിയാർ വാലി കനാലുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ വർഷം തൊഴിലുറപ്പ് പദ്ധതികളിൽ ഉൾപ്പെടുത്തും. ഇതിനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാടുവെട്ടലും ചെളി നീക്കലും ഉൾപ്പെടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സാധ്യമാകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനാണ് തീരുമാനം. മറ്റു പ്രവർത്തികൾ പെരിയാർ വാലി അധികൃതരുടെ മേൽനോട്ടത്തിൽ പൂർത്തീകരിക്കും. കനാൽ അടയ്ക്കുന്ന കാലയളവിലായിരിക്കും പ്രവൃത്തികൾ ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.